ഇന്ത്യൻ ടീമിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കുകയെന്നത് രാജ്യത്തെ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം ഉള്ളിൽ സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളിൽ ഒരാളായിരുന്നു ബീഹാറുകാരൻ ആകാശ് ദീപ്. ദീർഘകാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആകാശ് ഇടം പിടിച്ചു. ബംഗാൾ താരം മുകേഷ് കുമാർ ഒഴിവാക്കപ്പെട്ടപ്പോൾ അതേ ടീമിൽ നിന്നും ആകാശ് ടീമിന് അവസരമൊരുങ്ങി. 4ാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി കളത്തിലിറങ്ങി. പലവിധങ്ങളായ പ്രതിസന്ധികളെ മറികടന്ന ആകാശ് റാഞ്ചിയിൽ ഇംഗ്ലീഷ് നിരയ്ക്ക് വെല്ലുവിളി ഉയർത്തി. 1996 ഡിസംബർ 15 ബീഹാറിലാണ് ആകാശ് ദീപിൻ്റെ ജനനം. കുട്ടിക്കാലത്ത് ക്രിക്കറ്റുമായി ഇഷ്ടം കൂടി. പക്ഷേ ആകാശിൻ്റെ പിതാവിന് മകൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാനും സർക്കാർ ജോലി നേടാനും പിതാവ് മകനെ ഉപദേശിച്ചു. ആകാശിനൊപ്പം കൂട്ടുകൂടരുതെന്ന് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിരുന്ന കാലഘട്ടവുമായിരുന്നു അത്. ക്രിക്കറ്റ് കളിക്കുന്ന ആകാശിനൊപ്പം ചേർന്നാൽ മക്കൾ നശിക്കുമെന്നായിരുന്നു മാതാപിതാക്കളുടെ ചിന്ത. 2000-ൽ ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് എന്ന പുതിയ സംസ്ഥാനം രൂപീകൃതമായി. പിന്നാലെ നിലവിൽ വന്ന ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷന് BCCI അംഗീകാരം നൽകി. എന്നാൽ ബീഹാർ ക്രിക്കറ്റിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ലാലു പ്രസാദ് യാദവിന് BCCI അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ആകാശ് ദീപിനെ പോലെയുള്ള താരങ്ങൾക്ക് ക്രിക്കറ്റിൽ വളരാനുള്ള സാധ്യതകൾ അടഞ്ഞു. ബീഹാറിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് മാതാപിതാക്കൾക്ക് കുറ്റകരവുമായി. ക്രിക്കറ്റ് അല്ലാതെ മറ്റൊന്നും തനിക്ക് സന്തോഷം നൽകില്ലെന്ന് ആകാശ് ദീപ് മനസ്സിലാക്കി. ഇതോടെ ബംഗാളിലുള്ള തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാൻ ആകാശ് തീരുമാനിച്ചു. അങ്ങനെ 2010-ൽ 14 വയസ്സുള്ളപ്പം താരം ബംഗാളിലെത്തി. ആകാശിൻ്റെ ഇഷ്ടത്തിന് അമ്മാവൻ പിന്തുണ നൽകി. നല്ല ഉയരമുണ്ടായിരുന്നതിനാൽ അയാൾ ഫാസ്റ്റ് ബൗളിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടേയിരുന്നു. അധ്യാപകനായ ആകാശിൻ്റെ പിതാവ് രാംജി സിംഗ് ജോലിയിൽ നിന്നും വിരമിച്ചു. പിന്നാലെ കടുത്ത വാതരോഗം പിടിപെട്ടു. 2-3 മാസം കൂടുമ്പോൾ പിതാവിന് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. ബീഹാറിലെ ദ്രഹിയിലെ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു ആകാശിൻ്റെ വീട്. അവിടെ നിന്നും 150 കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിലായിരുന്നു പിതാവിൻ്റെ ചികിത്സ. 5 വർഷത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ പിതാവ് മരണപ്പെട്ടു. 6 മാസത്തിനുള്ളിൽ മൂത്ത സഹോദരനെയും ആകാശിന് നഷ്ടമായി. അന്ന് 19 വയസ്സ് മാത്രമായിരുന്നു ആകാശിന് പ്രായം. ഇതോടെ ഡൽഹിയിൽ സഹോദരിക്കൊപ്പം ആകാശ് താമസമാക്കി. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തോളിലേറ്റിയ ആകാശ് അന്നാദ്യമായി ക്രിക്കറ്റ് മതിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആകാശിനുണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് കാലം തന്നെ പരിഹാരം ചെയ്തു. 2 മാസത്തിനുള്ളിൽ സുഹൃത്തിൻ്റെ ക്ഷണത്തിൽ കൊൽക്കത്തയിലേക്ക്. അവിടെ പ്രാദേശിക ക്ലബിനായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള വരുമാനവും അവിടെ ആകാശിന് ലഭിച്ചു തുടങ്ങി. 2019-ൽ ആകാശ് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ബംഗാൾ പേസറായി നടത്തിയ മികച്ച പ്രകടനം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ടീമിലെത്തിച്ചു. അതിനിടെ കോവിഡ് മഹാമാരിയുടെ 2ാം വരവ് മാതാവിൻ്റെ ജീവൻ അപകടത്തിലാക്കി. എങ്കിലും ആകാശ് അതിജീവിച്ചു. 2022-ലെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിനായും ആകാശ് ദീപ് കളിച്ചു. ഇന്ന് ബംഗാളുകാരനായ മുഹമ്മദ് ഷമിക്കും മുകേഷ് കുമാറിനും പിൻഗാമിയായി ആകാശ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും എത്തിയിരിക്കുകയാണ്. കാലം പകർന്ന കരുത്ത് ഇനി കളിക്കളത്തിൽ കാണാം.